ഗൈസ്, ആഫ്രിക്കൻ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന ആഫ്രിക്കൻ മുയു നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ മുയുവിന് വെള്ളമൊന്നും വേണ്ട ഗൈസ്. പിടി പിടി, ഇവിടെ ചളി മൊത്തായി. ചാടി കൊടുത്തു. വേഗം ബക്കറ്റ് കേട്ടോ. ഇവിടെ നോക്കിയാ കത്തിയെടുത്തോ. ഇല്ലയോ കാണികളുടെ സാന്നിധ്യം ഇവിടെ. മുണ്ടെടുത്തോണ്ട് ഇതിന്റെ തല പിടി. തലയാൻ പിടിച്ചാ പോലെ കൈ കൊയ്പാ കിട്ടൂല, അറക്കാൻ പറ്റൂല. തല പിടിച്ചടോ. മണ്ണായാലും മൊത്തമായിട്ട് കാണോ. ഒന്ന് കഴിച്ചാള്. എന്നാ വക്കറ്റ് കുറച്ച് വെള്ളം കേട്ടോ. വെള്ളം കിടക്കണം. അതല്ല പറഞ്ഞ മുണ്ടിട്ട് പിടിയോ ഒട്ടാണ് പിടിക്കാൻ പറഞ്ഞ എന്നോട്. കൈ കൊയ്ക്കുന്നതിനാ. അടുത്ത് തന്നെയാണോ കൈ നോക്കേ. അത് നല്ലോണം വെള്ളം ഒഴിക്കണോ. കട്ടിംഗ് ബോർഡ് വെച്ചു. അല്ല, കട്ടിംഗ് ബോർഡ് വെച്ച് ഇറക്കാം. ജീവനാണ് കട്ടിംഗ് ബോർഡിനെ നിൽക്കില്ല. എടുത്ത് വെച്ചിറക്കുന്നല്ലേ നല്ലവണ്ണം നേരത്തെ ആ പിടിയാ ഇട്ടുണ്ടായി. മതി. ആ വെള്ളം ഫുള്ള് പോക്ക്. വേണ്ട, നീ ആ കട്ടിംഗ് ബോർഡ് എടുക്ക. കട്ടിംഗ് ബോർഡ് എടുത്തു തരൂ. തവലടിച്ച് പിടിച്ചാൽ മതി. അതിമേൽ അങ്ങോട്ട് അമർത്തി വെച്ചിട്ട് തിരിച്ചു വെച്ചോ. ആ, എന്നാ അങ്ങനെ തന്നെ വെച്ചോ. എങ്ങനെ തലക്കൊരു അടിയൊക്കെ അടിച്ചാലോ. പറഞ്ഞ തലക്ക് അടിച്ചാൽ പിടിച്ചോ. തല പിടി. നോക്കണേ. ഈനേടെ എത്തിയില്ലേ. മുടി എടുക്ക്. ഒരു പെടിച്ചിലൊക്കെ ഉണ്ടാവില്ല. ഇത് ബ്ലഡ് പോകുന്നുണ്ട്. അപ്പുറത്തൂടിയൊക്കെ സൈഡിൽ കൂടിയൊക്കെ മതി. ചികയല്ലാരും മുടി എടുക്കട്ടാ. ഇട്ട് വല്ല ഇട്ടും കൊണ്ട് എടുത്തോട്. കൈ കൊണ്ട് എടുക്കുക. ഞാൻ എടുക്കുക. നല്ലൊരു അറാട്ടർത്ത്. അത് മുട്ടാതെ എടുത്താൽ അംശം മീനൊന്നും ആരും ഇറക്കല്ലേ. തവല കൊണ്ടിട്ട് എന്നിട്ട് അതിൻ്റെ കയറ്റ് വിടി. വാൽവന്ന് കൈ ഇട്ട് പോയാൽ എത്ര പിടിച്ചോ. ആൽമ പിടിച്ചാൽ മതി. ആലം പിടിച്ചാൽ നിലത്ത് തലയായിട്ട് പിടിച്ചോ.
നെരിങ്ങരുതേ വിചാരിച്ചിനി അതാണ് അറിവിൻ്റെ പ്രത്യേകത. കൗത്ത് മുറിച്ചാണ് എത്ര വിളിക്കാണ് എൻ്റെ തൊലി എങ്ങനെ ഇറക്കിയ അതൊക്കെ ഞാൻ മറിച്ചു തരാം. എനിക്കറിയോ കത്രി കണ്ടോ ഒന്ന് വലിച്ച കണ്ട് വലിച്ചാൽ കത്തിരി നമുക്ക് ഞാൻ അങ്ങോട്ട് ഇത് കൊണ്ടുവരാൻ പോകുന്നു. ഇല്ലടോ മീൻ ആരും ഇറക്കലൊന്നുമില്ല. ഇതൊക്കെ വേഞ്ചാവും. ഇതൊക്കെ ചെറുതാ. മറ്റേ വിദ്യേനെ കിട്ടാം. അലിക്കാകൻ്റെ അവിടെ അന്നുണ്ടായി ഇത്ര വലിയ അൽക്കാവിൻ്റെ അടുത്ത് ഇതായിരുന്നു. അടുക്കായിരിക്കും മുക്കല്ലേ മുക്കല്ലേ ഫുള്ള് മുക്കല്ലേ കത്രി അങ്ങോട്ട് ഫുള്ള് മുക്കല്ലേ ഫുള്ള് മുറിക്കരുത്. ഇത് പിടിക്കാൻ സ്ഥലം വേണ്ട അല്ലെങ്കിൽ ആട്ടേക്കൊന്നും ചെറുപ്പൊക്കെ തിരക്കൂട്ടല്ലേ കത്രി വന്ന് എടുക്കാൻ കത്രികല്ലേ തിരക്കൂട്ടല്ലേ ഇതൊക്കെ മുറിച്ചിട്ടേ ഇതാക്കാവൂ. ആണോ അതിനാണ് കത്രി ചോദിച്ചത്. വെറുതെ തൊലി ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കട്ടെ. നീ അടിച്ചോളാണ്ട് എനിക്ക് അത്ര കിട്ടിയിട്ട് തിന്നിട്ടൊക്കെ നോക്കി നോക്കാം. ടേസ്റ്റ് രമേശിന്റെ കടയെന്നല്ലേ പറഞ്ഞില്ല. പറവ് പോയോ പാറമരടാ അടീനെ മുറിക്കടോ നേരെ കൊണ്ടുവന്ന് അടിയാണ് പകുതി കഴിയുമ്പോ തന്നെ അടി. ഇവിടുത്തെ ചെറുക്ക മുറിച്ചോ കൈ നോക്കിയാ ഞാൻ തൊലി നോക്കേണ്ടി വന്നു പറഞ്ഞാൽ വലിയ ചെറുക് കുറേ ഉണ്ട്. ഇതിപ്പോ വിൽക്കോ കൈയ്യെടുത്ത് മാറ്റി കളിച്ച് നെരിഞ്ഞ് പോണേനും ആ നടുക്കോലോട് മാർക്ക് ഓർമ്മയാണ്. ഇത് തിന്നാണ്ട ബാക്കി ഉണ്ടാവോ? നമ്മൾ കത്തി എന്തോരം എംബീരങ്ങൊക്കെ അതിന് കയ്യോ കിട്ടോ. കല്യാണത്തിന് അതൊക്കെ എടുത്തോണ്ടിട്ടോ നമ്മള് കല്യാണം എന്തെങ്കിലും ഇട്ടാലോ നോക്ക താങ്കോ ഒരു പ്രാങ്ക് ഇട്ടോക്കല്ലേ. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കാര്യം അങ്ങനെ ഉത്തരം കൊടുക്കുക. വെള്ളത്തിലേ ഇത് എന്തേതാ സൂപ്പർവാസ് വസ്തല്ല അത് മൊത്തം കീറണമെന്നില്ല. അത് ചുറ്റിങ് എടുക്കാം. ഓരോ ലെവലാ. ആദ്യം കഴുത്തിറക്കുക എന്നിട്ട് തൊലിമ ചിറകിട്ട് ഇങ്ങനെ ഏത് ലോകത്താണ് അന്ന് ഈ കാക്കിയെ കളിക്കാനാന്ന് കൊണ്ടുപോകുന്ന സാധനവും കയറുമ്പോ കെട്ടിട്ടിങ്ങാന് വെണ്ണീര് തേച്ചിങ്ങാന് കൊഴുപ്പാണ് പറഞ്ഞാല് കെട്ടിട്ടിങ്ങാന്
ഇതൊന്നും പിടി. ഗമണ്ട സാധനം വേഗം പൊളിക്കുക. ഇത് ചെറുതല്ലേ. പൊളിച്ചില്ലേലും വിഷയൊന്നുമില്ലേനു. ഇന്നലെ അടുക്കൂലേ നമ്മള് ഒന്ന് പിടിച്ചോ. ആഫ്രിക്ക മുയ്യോ ഒരാളെ വലുപ്പത്തിലുള്ള ഒരു മുഴുവനെ കൊണ്ടുപോയി പണ്ട് ലോറിന്ന്. ഇവിടെ അങ്ങനെ പൊക്കിയാൽ നടക്കൂല. ആ ബാനറിലൊക്കെ കുത്തി ചിരിക്കും ഇങ്ങനെ. എന്താ സാധനം, ഒരു ടേസ്റ്റ് ഒന്നും വേറെ ലെവലേ. ഇവിടെ വട്ടത്ത് പൊക്കിയാൽ നടക്കൂല. കുറിച്ചെടുക്കണോ? ഒരാള് പിടിക്കുകയും ഒരാള് വലിക്കുകയും ചെയ്യും. ഒരാള് തല വലി പിടിക്കണോ? തല പോണ് നല്ലോണം മുറിച്ചിട്ടാ ഞാൻ തിരിച്ചു പാനോട് തന്നെ തല മുറിക്കണോന്ന് പറഞ്ഞു മുറിച്ചാ. ഒരു ചെറിയ ഹോളിട്ട് തല എടുത്താണ് തല എന്ത് ഇനി ആ ഇറച്ചിമേല ഒരു ഹോളുണ്ട്. എന്നിട്ട് ഇറച്ചിക്ക് അതൊക്കെ തല ഉണ്ടാക്കാനാ തിന്നോ? ഇതെന്താ സാധനം? ലിവറാ? ആ ലിവറാണ്. ഈ ലിവറൊക്കെ ഉണ്ട്. ചിലപ്പോ കിഡ്നി കഴിക്കും. എന്റെ കയ്യൊന്നാട് മാറ്റി കൊടുക്കും. മുറിച്ചോ നല്ലോണം ഏതാ കത്രി? വലിയ കത്രി കൊടുത്തു. വലിയ യൂട്യൂബിലിടാൻ കേക്കൂല. ഓടുത്ത കത്രിക അടിക്കുന്നിട്ട് ഈ നടുവ് കൂടി ഇങ്ങനെ ചിന്തിക്കാണ്. പൊന്തി കൂടെ ആ സൈഡ് കൂടെ ഇങ്ങനെ കത്രിക ഉസ്മാനെ ഉസ്മാനെ ഈ നടുവ് കൂടി ഇങ്ങനെ കീറല്ല. ഇനി ഇതായിട്ട് വലി അട്ട് കുറച്ചായിട്ട് വലി 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 നമ്മളെ ഇന്ത്യൻ വലിയടോ. ഫുഡൊന്നും ഇല്ലാണ്ട് വിശന്ന് യുദ്ധം ചെയ്യാ ആർമി. ഉസ്മാനെ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു തവല കാട്ടോ ഒരു പേപ്പറോ എടുക്കുക. വലിക്ക് വലിക്ക്. ഞാൻ നടുകൂടെ കട്ട് ചെയ്തു. അവിടെ ലിങ്കാറിന്ന് നടുക്കോ? ഓ അത് നടക്കൂ. പക്ഷെ ഇവൻ സമ്മതിക്കില്ല. ഒരു തവലും കൂടി ലിവർ അതിപ്പോ മാറ്റി പൊട്ടിപ്പോവും. ഒരു തവലും കൂടി എടുത്തോണ്ട് വരി. എടാ കൊടുക്കണ എടുത്തു കൊണ്ടുവരി. ഇന്ന തവല് ഒറ്റ ഒന്നും കൂടി എടുത്തോണ്ട് വരി. ഇഞ്ച കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ആട് പോയി തപ്പിയാൽ ആ ഇങ്ങനെ തപ്പിക്കും. ഉമ്മ തരൂലെങ്കിൽ ഇങ്ങി പോയി എടുത്തോണ്ട് ഇല്ലേ. ഞാൻ ഇവിടെ ഇട്ടു പോട്ടെ. ഇനി ഒറ്റ കാക്കേണ്ടി വരിക. എടുത്തോണ്ട് വരി. ഞാൻ അതിൽ പോയി തൊട്ടാ അതൊക്കെ ആണ്. എന്റെ ഒരേ വാശി. അത് നടുവിലായിട്ട് കയറിയ രണ്ട് ചൊറായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ. രണ്ട് ചൊറായിട്ട് എടുക്കുന്നതല്ല. അത് ഒറ്റയടിക്ക് നല്ല കഷ്ടപ്പാടാ. ഒരാൾ പിടിക്കാമോ? അങ്ങോട്ട് പോയി കിട്ടിയ രണ്ടാളും രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി. നടുവിലാര് പിടിച്ചു നോക്കൂ. അത് പിടിച്ചോ കണ്ടോ? തൊഴിഞ്ഞു വന്നാ ഞാൻ എന്താക്കാൻ പിടിച്ച ബാക്കി നമ്മൾ തൊലിക്കണ്ടെന്ന് വെച്ചാലോ? തൊലിക്കണ നമ്മളിപ്പം ഉമ്മ തന്നെ തൊലിക്കാണ്ട് തിന്നാ ആഫ്രിക്കന്ന് പൺകാരി വേദന ഉണ്ടോ ഇങ്ങനെ? ചത്ത മീനയുടെ വേദന. ഒന്ന് ഭാഗം തിന്നാ തീരുമോ?
എന്നിട്ട് അപ്പം തന്നെ പൊരിക്കുന്നു. ഇവർക്ക് ആർക്കും ഈ മീനിനും താല്പര്യമില്ല. എനിക്ക് മാത്രം പൊരിച്ചത് ചുടാൻ പറ്റുമോ? ചുട്ടു നോക്കിയാലോ നമുക്ക്. ഇല്ല, മസാല വരട്ടി ഉപ്പിടാണ്ടായിട്ട് വെക്കുക, രാവിലെ പൊരിക്കുക. രാവിലെ എന്താ ഉണ്ടാക്കുന്നത്? പത്തിരിയും ആഫ്രിക്കൻ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന മൊഴി. ഒരു നന്മഭാവം കൊടുത്തിട്ടു. ഇങ്ങനെയല്ലോ ഒന്നുമില്ലെങ്കിലും ഇനി തൊടി ചിക്കൻ. അങ്ങനെ ഗൈസ് നമ്മൾ ഫിനിഷിംഗ് റൗണ്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അതിനെ ക്ലിയർ ആക്കുക. ഓടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. തുടങ്ങിയില്ലേ, തുടങ്ങിയാ പിന്നെ അയ്യോ വിഷം ഒന്ന് പൊന്തിച്ചെടി നോക്കട്ടെ. അയ്യോ ഇനി തലങ്ങ ഇത്ര ഇറച്ചീനുണ്ടാവുകയെ ആമുണ്ട ഇവിടെ നട്ടേതായിട്ടുണ്ടോ? പൊരിക്കുക, ഉള്ളി പൊരിക്കുക. പൊരിച്ചാലോ കറി വെച്ചാലോ ടേസ്റ്റ് ഉണ്ടാകുക? കറിയൊക്കെ കേൾക്കാനായില്ല. തല മുറിച്ചാളോ? കറി വെച്ചാൽ ഇവിടെ വയ്ക്കൂലല്ലോ, വയ്ക്കൂലല്ലോ. എനിക്കെന്താ ചെയ്യണ്ടേ? എനിക്കെന്തും തിന്നു. ഇരുട്ടനോ? അത് പഞ്ഞി പഞ്ഞി അങ്ങോട്ട് പൊരിച്ചാലില്ല. ഇത് പഞ്ഞിയല്ലേ? അതില് കണ്ടോ എന്തോ കുടലല്ലമ്മ, അത് പത അതിന്റെ ഉള്ളിൽ കണ്ടോ തരിതരി തരി ഉണ്ട്. കളർ കണ്ടിട്ടാണ് എടുക്കാറ്. നല്ല രസമായിരിക്കും. എനിക്ക് മാത്രം പൊരിച്ചു തന്നായി. ഇതൊന്നല്ല ലിവർ എനിക്ക് അവിടെ വെച്ചോ, എനിക്ക് പൊരിച്ചു തന്നായി. നിങ്ങൾ ആരും കഴിക്കരുത് കേട്ടോ. ഇല കിട്ടട്ടെ? വേണ്ട, ഇനി ഇല കിട്ടോ? അല്ല എടുക്കാനൊന്നും ടേസ്റ്റ് ചെറുതായിട്ട്. എന്നാ അവിടെ വെച്ചോ പൊരിക്കുക, ഞാൻ കഴിക്കും. എന്നാ ഇതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോയി. അതിൻ്റെ ഉള്ളിൽ എന്തോണ്ടോ? എന്നപ്പോ ഇത് എന്തോ ഇതന്നെ ആയിരിക്കും അല്ലേ? നല്ല സാധനങ്ങളല്ലേ കൊടുക്കൂ. എടുക്കുവോ? ഇതെടുക്കുവോ? ഓ എടുക്കൂ. അടുക്ക് അങ്ങനെ ചെയ്തല്ലേ? അടുക്ക് കത്തിരിക്ക എടുത്താ ഇതൊക്കെ ഒന്ന് ഇവിടെ മുറിച്ചാള് ഞങ്ങള് മറിക്കും. മറിയണോ? ഇത് പാറാണോ പോത്തെ? കൊടുത്തോ കൊടുത്തോ. തലച്ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ രസം ഉണ്ടാവില്ല. വലിയ കടുണ്ട് ഇവിടെ അങ്ങനെ വെട്ടിട്ട് ഇങ്ങനെ മുറിക്കാൻ അല്ലെങ്കിൽ പിന്നെ ആക്കിക്കോ. പിന്നെ ആക്കിക്കോ കേട്ടോ. നിങ്ങൾ ആക്കിക്കോളി. പിന്നെ ഇതെന്താക്കണോ? മുണ്ടുമല വെച്ച് എടുക്കാൻ പറ്റുന്നല്ലോ. അതൊന്നും വേണ്ട. ഒഴിവാക്കിക്കോ.
ഇതെന്റെ ചണ്ടിപ്പട്ടിയാ ഇതെന്താക്കണോ ഉള്ളിലിട്ട് നോക്കിയിട്ടാ അത് പോരാന്നറിയുന്നേ. ഞാൻ നോക്കിട്ടുള്ളേ അടിക്ക്. ഞാനിതൊന്നും എടുത്ത് കളിച്ച് പോട്ടെ. ഓന്റെ പരിപാടി തീർക്കട്ടെ. എന്നിട്ട് തല ഇതൊക്കെ ആടാക്കണ്ടോ. ആടാക്കിയാല് ഇതാക്കട്ടെ. ഇതിന്റെ സ്മെല്ല് കേട്ടിട്ട് വരും. തുക്കോ കുറുക്കൻ അതായിരുന്നു കൂടുതല്. ഇതതിന്റെ ബാക്കിയാ. ലിവർ ഇല്ല. ലിവർ എന്തായിരുന്നു? അവര് മുറിച്ചപ്പം ചെയ്യാ. ഇതാണ് ലിവർ കേട്ടോ. അല്ല ആ മഞ്ഞാണ് അതിന്റെ കുടലും കാര്യങ്ങളൊക്കെ. ആ ലിവർ മജീദ് ഖാൻ്റെ ഞാൻ കണ്ടല്ലോ ഒരു മുറിച്ചിട്ടപ്പോ കണ്ടെത്തി. എന്ത് വിചാരിച്ച് അതാട്ടെടുത്തിട്ട് നല്ല കുഴപ്പമുണ്ടാവും. അപ്പൊ നിൽക്കണം. മതി. ഇന്നത്തെ ബ്ലോഗ് ഇനി മീൻകറി ആയതിനു ശേഷം അടുത്ത വീഡിയോ.